പത്തരമാറ്റിലാണെങ്കിൽ ആദർശ് അനന്തപുരിയിൽ തിരികെ എത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അതായത് നമ്മുടെ മുത്തശ്ശൻ്റെ മുൻപിലിട്ട് നാഗേന്ദ്രൻ്റെ കള്ളത്തരങ്ങളും ചതികളുമെല്ലാം ആദർശ് തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ആദർശിനെ കെട്ടിപ്പിടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതിനുശേഷം ആദർശിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, പൊന്നുമോനെ, എനിക്ക് നിന്നോട് ദേഷ്യമോ വിരോധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. ഞാൻ നയനമോളോട് എല്ലാ കാര്യത്തെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ആദർശാണെങ്കിൽ, നയനെ, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനും കാരണം ഞാൻ തന്നെയാണ്. ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൾ നിന്നോട് പറയാതിരുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൊന്നു മുത്തശ്ശ, എന്തിനാണ് എന്നെ അകറ്റി നിർത്തിയത് എന്ന് ചോദിച്ച് ആദർശ് സങ്കടപ്പെടുന്നു. മോനെ, നിന്നെ ഞാൻ അകറ്റി നിർത്തിയതല്ല, നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിൻ്റെ നീക്കങ്ങളെല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിന്നെ അകറ്റി നിർത്താൻ കാരണം ഞാൻ നിനക്ക് പലതവണ മുന്നറിയിപ്പ് തന്നതാണ്, നിൻ്റെ പുറകിൽ ശത്രു ഉണ്ട് എന്ന്. പക്ഷേ നീ അത് വകവെച്ചില്ല, നീ അത് ചിന്തിച്ചില്ല. അങ്ങനെയാണ് നീ ആ ഡീലിൽ പരാജയപ്പെട്ടത്. അതിന് വന്നത് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ്, നിൻ്റെ ഈഗോയെ ഉണർത്താൻ വേണ്ടിയാണ്. നീ തന്നെ തോറ്റെടുത്ത് നിന്ന് ജയിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഒടുവിലതാ അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകാതെ തന്നെ നീ നയനമോളെയും കൂട്ടി അനന്തപുരിയിലേക്ക് വരണം. അതിനുശേഷം അവിടെ 2-3 പൂജകളുണ്ട്. അതിനുശേഷം നീ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആകണമെന്ന് മുത്തശ്ശൻ പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം ആദർശിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്ന് കാണാം. മുത്തശ്ശൻ അങ്ങനെ ആദർശിനെ വിളിച്ച് എങ്ങോട്ട് പോകുന്നു, അനന്തപുരിയിലേക്ക് പോവാനായിട്ടൊരുങ്ങുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ വരാം, എനിക്ക് എന്തായാലും ഒരു ദിവസം കൂടി സമയം തരണമെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നയനയും മുത്തശ്ശൻ്റെ കൂടെ പോവാതെ ആദർശിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശ് വരുമെന്നുള്ള കാത്തിരിപ്പിലായിട്ട് വീട്ടിലുള്ളവരോടെല്ലാവരോടും സർപ്രൈസായിട്ട് ഒന്നും പറയാതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു കാറിൻ്റെ ഹോണടി പെട്ടെന്നതാ നമ്മുടെ നയനയും ആദർശും വന്നിരിക്കുന്നു. അത് കണ്ട മുത്തശ്ശനാണെങ്കിൽ അവരെ ചെന്ന് സ്വീകരിക്കാൻ ചെല്ലുന്നു. മുത്തശ്ശിയും ഒപ്പം പോകുന്നു. ദേവയാനിയും ജയനും അജയനും അനിയും അവരെ എല്ലാവരും പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു. ആദർശ് തിരികെ വന്നത് ജാനകിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ രാജകീയമായ വരവാണ് ആദർശിന് വീണ്ടും ലഭിക്കുന്നത്. അങ്ങനെ നയന വലതുകാൽ വെച്ച് ഇറങ്ങിപ്പോയിടത്ത് നിന്ന് വീണ്ടും അതേ വലതുകാൽ വെച്ച് നടന്നു കയറുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ ആദർശും നയനയും വീണ്ടും അനന്തപുരിയിലെത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, കഴിയുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.